ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്താ നിനക്ക് പറ്റിയത്? ഞാൻ പിന്നെ എന്ത് ചെയ്യണായിരുന്നു മാഡം? എല്ലാരും കൂടെ നിർബന്ധിച്ച് എന്നെ നവീന്റെ മണിയറയിലേക്ക് വിട്ടു. ഞാനവിടെ തങ്ങണായിരുന്നോ? നേരം വെളുക്കും വരെ ഞാൻ അയാളുടെ ഒപ്പം കഴിയണായിരുന്നോ? എന്നോട് ഇവിടെ തങ്ങാൻ പറയാൻ മേഡത്തിന് എളുപ്പ, ഭീഷണിപ്പെടുത്താൻ കാത മേഡത്തിന് എളുപ്പ. പക്ഷെ സ്വന്തം മോൾക്കാണ് ഇതുപോലത്തെ ഒരു അവസ്ഥ വന്നിരുന്നെങ്കിൽ മേഡം എന്ത് ചെയ്യുമായിരുന്നു? എന്റെ അമ്മ ഗതിയില്ലാത്ത ഒരാളായി പോയി. അതുകൊണ്ടാണല്ലോ എനിക്ക് ഇങ്ങനെ ഒരു വേഷം കെട്ടേണ്ടി വന്നതും നിങ്ങളുടെ അടിമയായിട്ട് നിൽക്കേണ്ടി വന്നതും. വല്ലപ്പോഴൊക്കെ ഒന്ന് സ്ഥാനം മാറി ചിന്തിക്കാം മാഡം. മാഡം എന്റെ സ്വന്തം അമ്മയുടെ സ്ഥാനത്ത് നിന്നൊന്ന് ചിന്തിച്ചു നോക്ക്. ഒരു മകക്ക് ഇങ്ങനൊരു ഗതി വന്ന സഹിക്കോ? ഇനി നവീന്റെ റൂമിലേക്ക് പോകണ്ട. നേരം വെളുക്കുന്നവരെ ഞാൻ ഇവിടെ ഉണ്ടാവും. നീ കിടന്നോ. മാഡം എന്നെ എപ്പോഴാ ഇതിൽ നിന്നൊന്ന് മോചിപ്പിക്കുന്ന? കടമ പൂർത്തിയായി, എന്റെ മരണം പൂർത്തിയായിട്ട് ഗാഥ ഇങ്ങോട്ട് വരുള്ളൂ എന്നുണ്ടോ? അതോ ശാപം വലിക്കുന്നതിന് മുന്നേ ഞാൻ സ്വയം ചാവണോ? അതും കൂടി മേഡം എനിക്കൊന്ന് പറഞ്ഞതാ, ഞാനത് ചെയ്തോളാം. എന്റെ അമ്മയെ രക്ഷിക്കാൻ വേണ്ടി സ്വയം ജീവൻ കൊടുക്കാൻ തയ്യാറായ പെണ്ണാ ഞാൻ. ഇപ്പൊ അതെനിക്ക് വലിയ കാര്യമായിട്ട് തോന്നുന്നില്ല. നീ നേരത്തെ ചോദിച്ചില്ലേ നിന്റെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് എന്നോടൊന്ന് ചിന്തിച്ചു നോക്കാൻ? അത് ഞാൻ നിന്നോട് തിരിച്ചു ചോദിച്ചാലോ? നീ നിന്റെ അമ്മയെ രക്ഷിക്കാൻ വേണ്ടി എന്തും ചെയ്യുന്ന പോലെ നിന്നെ രക്ഷിക്കാൻ വേണ്ടി നിന്റെ അമ്മ എന്തും ചെയ്യില്ലേ? നമ്മൾ തമ്മിൽ തർക്കിക്കണ്ട. എത്രയും പെട്ടെന്ന് ഈ പ്രശ്നത്തിന് പരിഹാരം ഞാൻ കണ്ടെത്തിക്കോളാം. നീ കിടന്നുറങ്ങിക്കോ. എന്റെ കാര്യം നോക്കണ്ട, ഉറങ്ങിക്കോ. ചെല്ലേ. Ha ha ha.